ഒറ്റ ശിഖരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അടുക്കളയിൽ മീനാക്ഷിയും പ്രസന്നയും ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഫിലോമിന അങ്ങോട്ടേക്ക് വരികയാണ്. ഫിലോമിനയാണ് ഈ ആലോചനയും കൊണ്ട് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ അവരെന്തായാലും അവരെ കാണുകയാണല്ലോ. ഏതായാലും കണ്ടതിന് ശേഷം ഫിലോമിന അടുക്കളയിൽ വന്നിട്ട് ഇവരോട് എന്താ ചേച്ചി ചെയ്യുന്നത് ചോദിക്കണം. ചായ ഉണ്ടാക്കുകയാണ്, ചായയും കുറച്ച് പലഹാരങ്ങളും ഉണ്ടാക്കുകയാണ് എന്ന് പറയണം കേട്ടോ. അതേസമയം തന്നെ മനോജും അമ്മാവനും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ തുളസി ചേട്ടൻ വിളിക്കുകയാണ്, പ്രസന്നെ ഇതാ അവർ വന്നു, ഇങ്ങ് വായോ എന്ന് പറയണം കേട്ടോ. അതേസമയം അവർ വന്നതെന്ന് തന്നെ ചോദിക്കണ്ടേ, എത്ര സ്ത്രീധനം കൊടുക്കും, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഈ കൊച്ചിൻ്റെ കാര്യം എന്താണ് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മീനാക്ഷി ചായയും കൊണ്ട് വരിക. കൊച്ചിൻ്റെ കാര്യം എന്താ, കൊച്ചി എൻ്റെ കൂടെ തന്നെ വരും എന്നിങ്ങനെ പറയണം. അയ്യോ, ആ തറവാട്ടിലേക്ക് കൊച്ചിനെ കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ പറയണം. അങ്ങനെ ശരിയല്ലാത്ത അവിടേക്ക് ഞാൻ വരുന്നില്ല എന്നിങ്ങനെ പറയണം. എൻ്റെ കൊച്ചിനെയും കൊണ്ട് എവിടെ പോകാൻ പറ്റണോ അവിടേക്ക് മാത്രമേ ഞാൻ വരുന്നുള്ളൂ എന്ന് മീനാക്ഷിൻ്റെ കാര്യം തറപ്പിച്ച് പറയണം കേട്ടോ. തുളസിച്ചേട്ടനും അതേപോലെ തന്നെയാണ്. മീനാക്ഷിയെ പറയുന്ന കാര്യത്തോട് തന്നെയാണ്. കല്ലുമോൾ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അവരെന്നാൽ ശരി പിന്നെ പറയാമെന്ന് പറഞ്ഞതിന് ശേഷം അവർ പോവുകയാണ്. അവർ പോയതിന് ശേഷം കുറേ നേരം കഴിഞ്ഞതിന് ശേഷം മഞ്ജിമ ഫോൺ ചെയ്യണം കേട്ടോ. എന്താടി നീ ഇന്നലെയല്ലേ ഫോൺ ചെയ്ത്, പിന്നെ എന്താ ഇപ്പോൾ ഫോൺ ചെയ്ത് ചോദിക്കുക. എല്ലാം ഒന്നും ഞാൻ ഫോൺ ചെയ്താണ്, ആ കല്യാണം വേണ്ട വെച്ചു ഇല്ലേ ചേച്ചി എന്ന് ചോദിക്കുക. അതേടി കല്ലുമോളെ അവർക്ക് പറ്റില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യുക, ഞാൻ മനഃപൂർവ്വമല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ഈ കല്ലുമോള് കാരണമാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് മഞ്ജിമ കല്ലുമോളെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു സംസാരിക്കണം കേട്ടോ. അത് മീനാക്ഷിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയാണ്. ഓ, നിനക്കും കൂടി ഇപ്പോൾ കല്ലുമോളെ ഇഷ്ടമല്ല അല്ലേ, നിനക്ക് അങ്ങനെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം, സുനിലിനോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് നീ കല്യാണം കഴിച്ചോ, അതൊന്നും ഒരു വിഷയമല്ല എനിക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ. അതൊന്നും അല്ല ചേച്ചി ഞാൻ പറയുന്നത്, സുനിലിൻ്റെ വീട്ടുകാർ ഒരുപാട് തിരക്ക് കൂട്ടുകയാണ്, അതുകൊണ്ടാണ് എന്നിങ്ങനെ മഞ്ജിമ പറയുകയാണ്. മോളെ നീ ഒന്ന് ആലോചിച്ചാൽ മതി, ഈ കല്ലുമോള് കാരണമാണ് നീ അവിടെ പോയി പഠിക്കണതും സുനിലിനെ കണ്ടുമുട്ടിയതും, അതെല്ലാം നീ ഓർത്താൽ മതി, അത്രയും ഞാൻ പറയുന്നുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പിറ്റേ ദിവസം തുളസി ചേട്ടൻ പുറത്ത് കച്ചവടത്തിനായിട്ട് ഇങ്ങനെ ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന സമയത്ത് തുളസി ചേട്ടന് ചന്ദ്രമോഹനൻ സാറ് വിളിക്കുകയാണ്. വിളിച്ചതും തുളസി ചേട്ടൻ ഫോൺ എടുക്കണോ എടുക്കണ്ടയോ എന്നുള്ള രണ്ട് മനസ്സോടു കൂടി തന്നെ പെട്ടെന്ന് എടുക്കും. അതേസമയം ചന്ദ്രമോഹൻ ചോദിക്കുന്നത്, നമ്മൾ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, അത് മറന്നോ? ഞാൻ മറന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും വരുന്നുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. കൊച്ചിനെ കൊണ്ടുപോകാനാണെങ്കിൽ വരണ്ട എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ തുളസി ചേട്ടൻ ഫോൺ വെക്കുകയാണ് കേട്ടോ. പിന്നീട് നമുക്ക് മീനാക്ഷി ഇങ്ങനെ അച്ഛൻ്റെ ഡ്രസ്സ് തേച്ച് കൊടുക്കണം. പിറ്റേ ദിവസം എവിടേക്കോ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അച്ഛനെ ഡ്രസ്സ് തേച്ച് കൊടുക്കുമ്പോൾ കല്ലുമോളിൻ്റെ കാര്യം ഇങ്ങനെ പറയണം കേട്ടോ. ഇനി ചന്ദ്രമോഹൻ സാറ് വന്നിട്ട് കല്ലുമോളെ കൊണ്ടുപോകുമോ, എന്താണ്, എന്തായാലും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെല്ലാം പറയുക. എന്താ മോളെ നീ ഒരു കല്യാണം വേണ്ട വയ്ക്കുന്നത്, ആ ഫിലോമിനെ ചോദിച്ചിരുന്നല്ലോ മോളെ, അവരോട് ഞാൻ എന്ത് മറുപടിയാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ പിന്നെ കല്ലുമോളെ ഇല്ലാതെ ഞാൻ എന്തായാലും ശരി ഒരു കല്യാണം കഴിക്കുന്നത് ശരിയല്ല, എന്തായാലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് എന്തായാലും ഒരു ടീച്ചറായിട്ട് ജോലി അടുത്ത് തന്നെ കിട്ടും, ഞാനും എൻ്റെ കല്ലുമോളും മാറി താമസിച്ചോളാം, അല്ലാതെ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവില്ല എന്ന് പറയും കേട്ടോ. എന്താ മോളെ നിനക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതേസമയം തേച്ചുകൊണ്ടിരിക്കുന്ന മീനാക്ഷി വേറെ ഏതോ ലോകത്തായിരിക്കും കേട്ടോ. ഇങ്ങനെ സ്ത്രീപ്പെട്ടി ഷർട്ടിൻ്റെ മുകളിൽ തന്നെ വെച്ചിരിക്കണം. മോളെ നീ എന്താ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. പ്രസന്ന പറഞ്ഞ കാര്യം മീനാക്ഷി ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം കുഞ്ഞിനെ കൊണ്ടുപോകാൻ ചന്ദ്രമോഹൻ വരും എന്നുള്ള ഒരു ചിന്തയാണ് മീനാക്ഷിക്ക്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഷർട്ടിൽ നിന്ന് എടുത്തിട്ട് തുളസി ചേട്ടൻ പോവുകയാണ് കേട്ടോ. അതിനുശേഷം മീനാക്ഷി കുഞ്ഞിൻ്റെ ഉടുപ്പുകളെല്ലാം ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്വയം കുഞ്ഞിനോട് വർത്തമാനം പറഞ്ഞിട്ടാണ് നമ്മുടെ മീനാക്ഷി ഇങ്ങനെ ഇരിക്കുന്നത്. അതേസമയം പെട്ടെന്ന് തന്നെ ഒരു കാറ് പുറത്ത് വരികയാണ് കേട്ടോ. സൂചി മീനാക്ഷിയുടെ കയ്യിൽ ഇങ്ങനെ ചോരയിൽ ആവുകയാണ്. കാറ് വരുമ്പോൾ മീനാക്ഷി വരില്ല കേട്ടോ. പ്രസന്ന പെട്ടെന്ന് വരികയാണ് കേട്ടോ. ചന്ദ്രമോഹൻ സാർ ഇങ്ങനെ വന്ന് വിളിക്കുകയാണ്, ഇവിടെ ആരുമില്ലേ, തുളസി ചേട്ടാ എന്നിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പ്രസന്ന പുറത്തേക്ക് വന്നതിന് ശേഷം പ്രസന്ന ഇയാളെ കണ്ടതും ആകെ ഭയപ്പാടോടുകൂടി നിൽക്കുകയാണ് കേട്ടോ. എന്താ എന്നെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ചോദിക്കുകയാണ്. മനസ്സിലായി, തുളസി ചേട്ടൻ ഇവിടെ ഇല്ല, പിന്നെ വരൂ പറയുക, എനിക്ക് സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ഞങ്ങൾക്ക് സംസാരിക്കാനൊന്നുമില്ല, തുളസി ചേട്ടൻ വരട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം തന്നെ
കല്ലുമോൾ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. മോൾ ഇത്രയ്ക്ക് വലുതായോ എന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ പ്രസന്ന അങ്ങനെ എടുക്കുകയാണ്, കൊച്ചിനെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഈ കൊച്ചിനെ എടുക്കരുത് എടുക്കരുത്, അവൾ കരയും എന്നിങ്ങനെ പറയും. ഇത് ഞങ്ങളുടെ കൊച്ചല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അതേസമയം ജനലിൽ കൂടെ മീനാക്ഷി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. മീനാക്ഷിയുടെ കയ്യിൽ അങ്ങനെ ചോര പൊടിയുണ്ട്, സൂചി അങ്ങനെ തറച്ചിട്ട് കേട്ടോ. മീനാക്ഷി കുഞ്ഞിനെ കൊണ്ടുപോകാനാണോ അവർ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് നിൽക്കുക.